അതിന്റെ ക്യാമറ അതിനൊപ്പം തന്നെ പോട്ടെ വെള്ളത്തോട് ചാട്ടെ. അയ്യോ കോഴി കാണാനല്ല. ശബ്ദം അതിന് കൊച്ചിക്കല്ല ഫുഡ് കൊടുക്കുക പക്ഷെ സത്തു ബാക്കി എന്തെങ്കിലും കൊടുക്കുക. കോഴിക്ക് ഉറങ്ങാൻ സമയം വെള്ളം കുടിച്ചിട്ട് ഇവിടെ കോഴിനെ വളർത്തി അടിപൊളിയല്ലേ. എന്നിട്ടാണ് ആകെ തൂറിയിട്ട് നടക്കാൻ കോഴിനെ ഫുള്ള് കഴിവന്മാരല്ല കിരണുള്ളപ്പോ പിന്നെന്താ പേടിക്കാൻ. ചൂടാൻ പറ്റില്ല അതിനെന്താ അസുഖം. ഇല്ലല്ലോ കുഴപ്പമില്ല. ഏറ്റവും പൊട്ടിട്ടൊക്കെ അത് തോല് പോയിട്ട് തൂലെങ്ങനെ പോട്ടെ പട്ടിടിച്ചില്ല. ഞാൻ ആദ്യം ഞാൻ പട്ടി പിടിച്ചിട്ടാണ് പഴയതാണ്. ചെറിയതാണ് അതിന്റെ സൗണ്ട് കേട്ടില്ലേ? ചെറിയ സൗണ്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ളത് ഇതിപ്പോ തോന്നണേ നല്ല രസവും നല്ല വലുതായാലും ചെറിയ നല്ല ഹൈറ്റിലുണ്ട് അതിന്റെ അടിപൊളി സാധനമാവും. അല്ല കാല് കോഴിലിറക്കാനുള്ള കോഴിയത്. ഈ കോഴിയെ പിടിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കാരണം ഇതൊരു മരിക്കാൻ കിടന്ന ഒരു കോഴിയാണ്. ഓക്കെ. അങ്ങനെ യുവജനങ്ങൾ അതിനെ പിടിച്ചു, അതിനെ രക്ഷിച്ചു. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഓക്കെ. താങ്കളുടെ ഭാവി പരിപാടികൾ എന്താണ്? ഭാവി പരിപാടി 2-3 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് അതിനെ മുറിച്ച് കറി വെച്ച് കഴിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്കൾ എന്തായാലും ഈ കോഴിയെ തിന്നുമെന്ന് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ട് നായ്ക്കൾക്ക് വിട്ടുകൊടുത്തില്ല? അതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഈ കോഴിയെ പിടുത്തത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? LDF-ന്റെ ശക്തവും വ്യക്തവുമായ പറയുന്നില്ല. കോൺഗ്രസ്സുകാരോട് ഇരിക്കുമ്പോ പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരെ ചോദിച്ചു. അല്ല, താങ്കളുടെ അഭിപ്രായമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരും LDF-ഉം തമ്മിലുള്ള കോൺഗ്രസ് അല്ല, ഇവിടെ ഒരു കോഴിയുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത്. അത് LDF-ന് വ്യക്തമായ പങ്കുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ. എടാ, ചോറ് കഴിച്ച കോഴിനെ കാറ്റ് കൂട്ടാം. നമ്മളത്ര വെറൈറ്റി കോഴിക്കുണ്ടാവില്ല. ചോറ് കഴിക്കില്ല, കഴിച്ചിരിക്കും. കറിയൊക്കെ മുപ്പറുണ്ട്, കോഴിക്കറി മുപ്പറുണ്ട്. കോഴിയുടെ അമ്മ പോലെ ആക്ട് ചെയ്യുന്ന ഷക്കീറിനെ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോഴി എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് കരുണ കാണിക്കണം. അതിൽ പെട്ട ഒരു കരുണയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ കോഴി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് ഞങ്ങളുടെ റൂംമേറ്റായ ബ്രിജേഷ് ഭായ് വന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെയും ഷക്കീറിൻ്റെ മനസ്സിലത് താങ്ങി നിൽക്കാൻ പറ്റാത്തൊരു ആഘാതമായിരുന്നു. ഞങ്ങൾ ഉടൻ തന്നെ പോയി കോഴിനെ രക്ഷിക്കുകയും തുടർന്ന് ഷക്കീർ ചോറും വെള്ളവും കൊടുത്ത് കോഴിയെ സംരക്ഷിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഭാവി പരിപാടികൾ എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു.